അടുത്ത വർഷം ഇതേ സമയം ജോലി വാങ്ങിക്കാൻ കഴിയുന്ന രീതിയിൽ LDC പരീക്ഷ നമ്മുടെ മുമ്പിൽ ഈ മാസം മുതൽ വരുവാണ്. 100 ചോദ്യങ്ങൾ. സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. സിലബസ് കംപ്ലീറ്റ് ചെയ്തവർ ഇനിയുള്ള ദിവസങ്ങളിൽ റിവിഷൻ ചെയ്ത് പോകണം. അല്ലാത്തവർ തുടർന്ന് പഠിക്കണം. കാരണം പുതിയ വിജ്ഞാപനം ഇനി അടുത്തൊന്നും വരില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ 100 ചോദ്യങ്ങളിൽ 20 ചോദ്യങ്ങൾ വരാൻ പോകുന്നത് ആനുകാലികമാണ്, കറണ്ട് അഫയേഴ്സ്. 2023-24 ടൈമിൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കണം. 22 അവാർഡ്സ് കാര്യങ്ങൾ ക്യാപ്സ്യൂളായിട്ട് പഠിച്ച് വെച്ചേക്കണം. ഈ 20 മാർക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലോട്ട് വരാൻ പോകുന്ന 3 സബ്ജക്റ്റ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ്. ഇത് മൂന്നിൽ കൂടിയായിട്ട് 30 മാർക്കിന് ചോദ്യം വരും. ഓരോ സബ്ജക്റ്റിൽ നിന്നും 10 മാർക്ക് വെച്ച് 10 ചോദ്യങ്ങൾ. ഇതിൽ മലയാളം നമ്മുടെ ഭാഷയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഒരു 3-4 മാർക്ക് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത്തിയൊന്ന് എഫർട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 10 വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 8 മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. കമ്മ്യൂണിറ്റി ടാബിൽ ചോദ്യങ്ങൾ നമുക്ക് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാം. എക്സ്പ്ലനേഷനും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഏകദേശം ഒരു പരിചയം ഉണ്ടാക്കിയെടുക്കാം. മാത്സ് അറിയാമെന്നുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വീക്ക് സബ്ജക്റ്റ് ആയിട്ടുള്ളവരുണ്ടാകാം, വീക്കായിട്ടുള്ളവരും ഉണ്ടാകാം. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന 3 സബ്ജക്റ്റ്. അപ്പോൾ കഴിവതും അറിയാമെങ്കിൽ പോലും സ്കിപ്പ് ചെയ്യാതെ ഓരോ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് പോകണം. കാരണം പരീക്ഷാ ടൈമിൽ നമുക്ക് ഇക്വേഷൻ്റെ കാര്യത്തിൽ ഒന്നും കൺഫ്യൂഷൻ വന്നുകൂടാ. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ ക്വസ്റ്റ്യൻ ടാഗ്, കളക്റ്റീവ് നൗൺസ്, പ്രിപ്പോസിഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ആൻറ്റോണിംസ്, സിനോണിംസ് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്നും അല്ലാതെ മോഡൽ ക്വസ്റ്റ്യനിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതനുസരിച്ച് പഠിച്ചു വെച്ചേക്കണം. അത് ഉപകാരപ്പെടും. ഇവിടെ ചില ടീംസ് ഉണ്ട്. നമ്മൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ സെക്കൻഡ് സെമ്മിലോ മറ്റോ ആണ് തോന്നുന്നു, ഇംഗ്ലീഷിന് ഗ്രാമർ മാത്രമുള്ള ഒരു പേപ്പറുണ്ട്. അത് നമ്മളെങ്ങനെയാണ് ഭൂരിഭാഗം പേരും പാസ്സാവുന്നത്? നമ്മളത് വായിച്ച് നോക്കുമ്പോൾ ടൂൺ കറക്റ്റ് ആവുന്നത് ഓപ്ഷനിലുള്ള ഏത് വെർബ് ചേർക്കുമ്പോഴാണോ അത് അങ്ങ് അടിച്ചു വയ്ക്കും. പക്ഷേ നമ്മൾ PSC പരീക്ഷയിലോട്ട് വരുമ്പോൾ നെഗറ്റീവ് മാർക്കുണ്ട്. നമ്മൾ അറിയാവുന്നുള്ള ചോദ്യങ്ങളുടെ മാർക്ക് കൂടി ഈ കറക്കിക്കുത്തൽ കാരണം പോകും. അതുകൊണ്ട് ഈ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം തുടങ്ങിയ കാര്യങ്ങൾ കറക്കിക്കുത്തലിനേക്കാളും അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. കറക്കിക്കുത്തൽ 50-50 ചാൻസാണ്. 50-50 അല്ല, തെറ്റാനാണ് ചാൻസ് കൂടുതൽ ഇംഗ്ലീഷൊക്കെ. ഈ ഒരു 50 മാർക്ക് കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളിൽ ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടന. അതിൽ നിയമനിർമ്മാണ സമിതി, മൗലികാവകാശം, മൗലിക കടമകൾ, നിർദ്ദേശക തത്വങ്ങൾ, സിലബസിൽ പറഞ്ഞിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണോ മെൻഷൻ ചെയ്തേക്കുന്നത് അത് പഠിച്ചു വെച്ചേക്കണം. ഉപയോഗപ്പെടും. 1 മാർക്കിന് ചോദ്യം വരും. പിന്നെ 3 ലിസ്റ്റ്, യൂണിയൻ, സ്റ്റേറ്റ്, കൺകറൻറ്റ്. പിന്നെ എക്കണോമിക്സിലോട്ടാണ് പോയി കഴിഞ്ഞാൽ അതും സിലബസ് നോക്കിയാൽ അറിയാം. വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. GK പോലെ, ഹിസ്റ്ററി, ജോഗ്രഫി പോലെ ഭയങ്കരമായിട്ട് പഠിക്കാനൊന്നുമില്ല. നല്ലൊരു മാർക്കിന് ചോദിക്കുകയും ചെയ്യും. എന്നാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റുന്ന മറ്റൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് അങ്ങനെ പോകുന്നുണ്ട്. നീതി ആയോഗ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. ചോദിച്ച് അവർ തന്നെ മടുത്തിട്ടുണ്ടാകും. ഇനി പുതിയതായിട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വേറെ ചോദിക്കണം. എന്തായാലും അത് പഠിച്ചു വെച്ചേക്കണം. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കണം. പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുമ്പോൾ നമുക്ക് ഓർഡറായിട്ട് പഠിക്കാനാണ് എളുപ്പമെങ്കിലും ഇപ്പോൾ വ്യവസായത്തിന് ഊന്നൽ നൽകിയത് ഏത് പഞ്ചവത്സര പദ്ധതിയായിരുന്നു? 1ആയിരുന്നോ 2ആയിരുന്നോ? ഇങ്ങനെ റാൻഡമായിട്ട് നമ്മൾ ഒരു ചെറിയ കാര്യങ്ങളെടുത്ത് വായിച്ച് നോക്കണം. അതായത് ഇപ്പോൾ ഇന്ന കാര്യത്തിന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഊന്നൽ നൽകിയത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മുടങ്ങിയത് പകുതിയിൽ മുടങ്ങിപ്പോയത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, നമ്മളിപ്പോൾ ഈ സബ്ജക്റ്റ്, ഈ GK പോലുള്ള സബ്ജക്റ്റൊക്കെ വീഡിയോ ക്ലാസ് കണ്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ 2xലോ മറ്റോ ഇട്ടിട്ട് ഈ ഇൻട്രൊഡക്ഷനൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏതാണോ അത് പെട്ടെന്നൊരു നോട്ടിൽ എഴുതി പോകണം. കാരണം റിവിഷൻ ചെയ്യുന്ന ടൈമിലായാലും നമുക്കിത് പിന്നെ ഒന്ന് പഠിക്കാനായിട്ട് എളുപ്പം അതാണ്. നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈം വേസ്റ്റിംഗ് ആണ്. നമുക്ക് ഈ വീഡിയോ ഒരു 10 മിനിറ്റ് ഉള്ള വീഡിയോ ഒരു 3 മിനിറ്റിൽ പഠിച്ചെടുക്കാനുള്ള കാര്യങ്ങളേ ഉണ്ടാകും. പക്ഷേ ഇത്രയും ടൈം പോകും. അതുകൊണ്ട് നമ്മൾ ഒരു തവണ വീഡിയോ കണ്ടാൽ തന്നെ ആ വീഡിയോയിൽ എന്താണോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നത് അത് നോട്ട് ചെയ്ത് പോകണം. പിന്നെ അതിൽ നോക്കി പഠിക്കണം. പിന്നെ ആ വീഡിയോയിൽ ആവശ്യം വരരുത്. അത് ഭയങ്കര ടൈം വേസ്റ്റിംഗ് ആണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ട്രിവാൻഡ്രം ആണെന്ന് തോന്നുന്നു ആദ്യം എക്സാം നടക്കുന്നത്, ജൂലൈയിൽ. പിന്നെ ഓരോ ജില്ലകൾ മുകളിലോട്ട് കയറി വരും. അപ്പോൾ ഇനി അടുത്തതിന് പിടിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. അടുത്ത വിജ്ഞാപനമൊക്കെ എന്ന് വരുമെന്ന് പോലും അറിയില്ല. 3 വർഷം റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉള്ളതാണ്.
ഇപ്പോൾ കിട്ടുന്നതിനെ ഇപ്പോൾ തന്നെ പിടിച്ചു വയ്ക്കുക എന്നേ പറയാൻ പറ്റൂ. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 30 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്, പിന്നെ എക്കണോമിക്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ബയോളജിയിൽ മനുഷ്യാവകാശം മനുഷ്യനെക്കുറിച്ചുള്ള പൊതുവറിവ് അത് എത്തി പഠിക്കാനുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വൈറ്റമിൻസ്, രോഗകാരികളും ലൈഫ് സ്റ്റൈൽ അങ്ങനെയായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതെല്ലാം പഠിച്ച് വയ്ക്കണം. പിന്നെ ജി കെ LDC പരീക്ഷയ്ക്ക് അത്യാവശ്യം കുറേ പഠിക്കാനുണ്ട്, എങ്കിലും കഴിയുന്നത് പഠിച്ചു വയ്ക്കുക. സുപ്രധാന നിയമങ്ങൾ വരുന്നുണ്ട്, അത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, കൺസ്യൂമർ ആക്ട്, പോക്സോ ആക്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അത് നമുക്ക് അത്യാവശ്യം പഠിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ ആർട്ടിക്കിൾസൊക്കെ പഠിക്കുമ്പോൾ അത് എഴുതി വെച്ചിട്ട് പഠിച്ചു പോകണം. റാങ്ക് ഫയൽ നോക്കി പഠിക്കുമ്പോൾ പാടായിരിക്കും.